ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഹണിറോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണൂർ കസ്റ്റഡിയിലായിരിക്കുകയാണ്. വലിയ അഭിമാനവും സന്തോഷവും ഉണ്ട് എന്നുള്ളതാണ് ഹണിറോസിന്റെ ആദ്യ പ്രതികരണം മാതൃഭൂമി ന്യൂസിലൂടെ പുറത്തു വന്നത്. ഈ നടപടിയെ എങ്ങനെ കാണുന്നു? ഇത് കുറെ കൂടെ മുൻപേ ആകേണ്ട ഒരു വിഷയമായിരുന്നു. കാരണം എത്രയോ വർഷങ്ങളായി നിരന്തരം ഇയാൾ സ്ത്രീകളെ മുൻപിലിരുന്ന് സംസാരിക്കുന്ന സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഹണിറോസിന്റെ വിഷയത്തിൽ തന്നെ ഹണിറോസിനെ അന്ന് സ്റ്റേജിൽ നിർത്തിക്കൊണ്ടാണ് ഇയാൾ ആ വാക്ക് ഉപയോഗിച്ചത്. അന്ന് ഹണി അത് ഒരു ചിരിയായിട്ട് തമാശയായിട്ട് എടുത്ത് അങ്ങ് കളഞ്ഞു. അയാൾ കരുതിയത് ഇങ്ങനെ എന്ത് പറഞ്ഞാലും സ്ത്രീകൾ പ്രതികരിക്കില്ല, അല്ലെങ്കിൽ സ്ത്രീകൾ അത് ആസ്വദിക്കുന്നുണ്ടെന്ന്. അതാണ് അയാളെ ഇത്രയേറെ വളർത്തിയത്. ഈ വളർത്തലിന്റെ പിന്നിലാണ് ഈ കമന്റ് ഇടുന്നവർ ഉൾപ്പെടെ വരുന്നത്. ഇവരെല്ലാവരും നമ്മൾ സൈലന്റായി ഇരിക്കും തോറും അവരിത് അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്ത് വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ആള് ഞാനൊരു 3 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടപ്പോഴും ആ വീഡിയോയുടെ മുമ്പിൽ ഒരു പെണ്ണിന്റെ അടുത്ത് ഇരുന്നിട്ട് ഹണി റോസിനെ കുറിച്ച് വളരെ മോശം വാക്കുകൾ, അതായത് ഞാൻ നടി എന്നല്ലേ പറഞ്ഞുള്ളൂ, എന്നിട്ട് വേറൊരു വാക്ക് പറയുന്നു, അത് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അവിടുന്ന് ഇയാൾക്കെതിരെ എന്തുകൊണ്ട് ഇയാളുടെ പേര് ഓപ്പൺ ആയിട്ട് പറഞ്ഞ് ഇവർ കേസ് കൊടുക്കുന്നില്ല? ഞാൻ എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഹണി നിങ്ങൾക്ക് പേടിയാണോ? എന്തുകൊണ്ടാണ് നിങ്ങൾ അയാളുടെ പേര് ഉറക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു പരാതി കൊടുക്കാത്തത് എന്ന് ഞാൻ ചോദിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ വളരെ വൈകിയാണെങ്കിലും വളരെയധികം സന്തോഷമുണ്ട്. ഇത് ഓരോരുത്തർക്കും ഒരു പാഠമാകണം. കമന്റ് ഇടുന്നവർക്കും സ്ത്രീകളെ ഇങ്ങനെയുള്ള മോശം വാക്കുകൾ കൊണ്ട് യാതൊരു ബഹുമാനവും ഇല്ലാതെ പരമപുച്ഛത്തോടുകൂടി ഒരു എന്താ പറയാ, വെറും ഒരു സാധനം മാത്രമാണ് ഒരു പെണ്ണ് എന്നുള്ള രീതിയിലുണ്ട് പണമുള്ളതിന്റെ ഹുങ്കാണ് ഈ കാണിക്കുന്നത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് വൈകിയാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു തീരുമാനം ഹണി എടുത്തത്. വളരെ